ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫിസിക്സിലെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാം. ലൈറ്റ് ഒരു മീഡിയത്തിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച് ആ സെയിം മീഡിയത്തിലേക്ക് വരുന്ന ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് വന്ന് തട്ടുന്ന മീഡിയം എന്ന് പറയുന്നത് ഒരു പോളിഷ്ഡ് സർഫേസ് ആയിരിക്കണം. ഓക്കെ, നല്ല സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫേസ് ആയിരിക്കണം. നമ്മൾ സാധാരണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ മിററിൽ നോക്കാറുണ്ട്. മിററിൽ നമുക്ക് എന്ത് കാണാം? ഇമേജ് കാണാം. ആരുടെ ഇമേജ്? നമ്മുടെ തന്നെ ഇമേജ് നമുക്ക് കാണാം. അപ്പോൾ ആ ഇമേജ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? എങ്ങനെയാ ഈ റിഫ്ലക്ഷൻ നടക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു മിറർ ഇരിക്കുക, ഇതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മിററിന്റെ ഇച്ചിരി വലിയ ഒരു ഡയഗ്രാം. ഓക്കെ, ഇതാണ് മിറർ. ഈ മിററിൽ ഈ ഒരു ഭാഗത്താണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയും. ഇത് റിഫ്ലക്റ്റിംഗ് സർഫേസ്, അവിടെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ പുറത്തെ ഈ ഭാഗം, അതായത് ബാക്ക് സൈഡിലെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞത് സിൽവേർഡ്, അതായത് ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും. ഈ ഒരു സർഫേസിനെ നമ്മൾ സിൽവേർഡ് സർഫേസ് എന്നാ പറയാം. സിൽവേർഡ് സർഫേസ്. സിൽവേർഡ് സർഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പുറത്തെ ഈ ഒരു ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫേസ്. ലൈറ്റ് ഈ ഒരു പ്രതലത്തിലാണ് വന്ന് പതിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതാണ് ഒരു മിററിന്റെ ഒരു സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ രണ്ട് ഭാഗം ഉണ്ടെന്ന് അറിയണം, അത്രയേ ഉള്ളൂ. അതായത് അതിൽ പോളിഷ്ഡ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫേസിനെ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്നും, അതിന്റെ ബാക്ക് അതായത് പുറത്തെ ബാക്ക് സൈഡിലെ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? സിൽവേർഡ് സർഫേസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് മിററിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ നടക്കുന്നത് എന്നാണ്. ഇതിൽ മുകൾ ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്, താഴ്ഭാഗമാണ് ഏത് സർഫേസ്? സിൽവേർഡ് സർഫേസ്. അപ്പൊ ഇവിടെയാണ് ഒരു കോട്ടിംഗ് ഉള്ളത്. നമുക്ക് ഇതിനെ ലേബൽ ചെയ്യാം എം ഡാഷ്. ഇതാണ് നമ്മുടെ മിറർ. ഈ ഒരു മിററിലോട്ട് ഒരു ലൈറ്റ് റേ വരുവാണ്. ആ ലൈറ്റ് റേ ഒബ്ലീക്ലി ആണ് വരുന്നത്. ഒബ്ലീക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരിഞ്ഞിട്ടാണ് ഈ ലൈറ്റ് റേ ഈ മിററിൽ വന്ന് പതിക്കുന്നത്. നമ്മൾ ഈ ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ അതിനെന്ത് ഇടണം? ഇവിടെ എയറോ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യണം. സോ ഇറ്റ്സ് കമ്മിങ്, അപ്പൊ എയറോ ഇടണം. ഓക്കെ, ഒപ്പം തന്നെ ലേബൽ ചെയ്യണം എ. ഇത് വന്ന് ഈ മിററിൽ പതിക്കുന്ന ഈ ഒരു പോയിന്റ്, ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ O എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ AO, ഇതാണ് എന്ത് റേ? ഇൻസിഡന്റ് റേ. അപ്പൊ AO ഇൻസിഡന്റ് റേ. അപ്പൊ എന്താണ് ഇൻസിഡന്റ് റേ? ദ റേ വിച്ച് സ്ട്രൈക്സ് ദി റിഫ്ലക്റ്റിംഗ് സർഫേസ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതായത് ലൈറ്റ് റേ വന്ന് പതിക്കുന്നു. ഈ പതിക്കുന്ന ഈ റേനെ ഇൻസിഡന്റ് റേ എന്നാണ് പറയാം. അത് റിഫ്ലക്റ്റിംഗ് സർഫേസിലാണ് വന്ന് പതിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ പോയിന്റ്. ഏത് പോയിന്റ്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഈ മിററിന്റെ സർഫേസിൽ നമ്മളൊരു നോർമൽ വരയ്ക്കാം. നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ വരയ്ക്കാണ്. ഇതാണ് എന്ത്? നോർമൽ. ഇവിടെയും നമുക്ക് ലേബൽ ചെയ്യാം NO. അപ്പൊ NO ആണ് എന്ത്? നോർമൽ. അപ്പൊ എന്താണ് നോർമൽ? നോർമൽ ഈസ് ദി പെർപെൻഡിക്കുലർ വി ആർ ഡ്രോയിങ്. എവിടെ വരയ്ക്കുന്നു? അറ്റ് ദ സർഫസ്, മിററിന്റെ സർഫസ്, റിഫ്ലക്റ്റിംഗ് സർഫേസ്. എവിടെ? അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ. ഇനി എങ്ങനെ ഈ റേ റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഈ എയറിലേക്ക് തന്നെ വരും? ഇവിടെ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് നേരെ തിരിച്ച് ഈ സെയിം മീഡിയത്തിലേക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ലേബൽ ചെയ്യാം. ബി എന്ന് ലേബൽ ചെയ്തു. ഓക്കെ, അപ്പൊ BO ആണ് ഏത് റേ? റിഫ്ലക്റ്റഡ് റേ. അപ്പൊ എന്താണ് ഈ റിഫ്ലക്റ്റഡ് റേ? റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞത് റിഫ്ലക്ഷന് ശേഷം സെയിം മീഡിയത്തിലേക്ക് തിരിച്ചു വരുന്ന ഈ റേയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് നമ്മൾ പഠിച്ചു. അപ്പൊ AO ഇൻസിഡന്റ് റേ ആണ്, NO നോർമൽ ആണ്, BO ഏത് റേ? റിഫ്ലക്റ്റഡ് റേ. ഓക്കെ, ഇനി ഈ ഒരു പിക്ചറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഒരു ഇൻസിഡന്റ് റേക്കും ഒപ്പം തന്നെ ഈ ഒരു നോർമലിന്റെയും ഇടയിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആംഗിളിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാ പറയാം. അപ്പൊ I എന്ന് പറയുന്നത് എന്താണ്? I is the angle of incidence. അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദി നോർമൽ. അതേപോലെ തന്നെ ഇവിടെയും ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയും? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും.
അപ്പൊ R ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ ഇതില് നമ്മൾ പഠിച്ച ടേംസ് ഏതൊക്കെയാണ്? AO ഏത് റേ ആണ്? ഇൻസിഡന്റ് റേ. NO അതേതാണ്? നോർമൽ ആണ്. BO അതേതാണ്? റിഫ്ലക്റ്റഡ് റേ ആണ്. I is the angle of incidence. R is the angle of reflection. ഇത്രയാണ് നമ്മൾ ടേംസ് പഠിച്ചത്. ഒപ്പം തന്നെ ഈ ഒരു ഇൻസിഡന്റ് റേയും ഈ നോർമലും മാത്രം ഉള്ള, അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് റേയും ഈ നോർമലും ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു പ്ലെയിൻ ഓഫ് പേപ്പർ, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ തന്നെ ഈ നോർമലും ഈ റിഫ്ലക്റ്റഡ് റേയും ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഭാഗം പ്ലെയിൻ ഓഫ് ദ പേപ്പറിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഏതില്, മിററിലുള്ള ലൈറ്റിന്റെ റിഫ്ലക്ഷനിൽ ഉള്ള ടേംസ്. ഇത്രയും ടേംസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഈ റിഫ്ലക്ഷൻ, ഈ ഒരു മിററിലെ റിഫ്ലക്ഷൻ തന്നെ റേ നോർമലി വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകാമെന്നും കൂടി നമുക്ക് ഇതിൽ നോക്കാം. സെയിം മിറർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ വരച്ച മിറർ തന്നെ. അപ്പൊ ഇതിനകത്ത് ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ്. ഇത് ഏത് സർഫേസ്? സിൽവേർഡ് സർഫേസ്. ഇതാണ് നമ്മുടെ മിറർ MM'. ലൈറ്റ് റേ വരുവാണ്. ലൈറ്റ് ഈസ് ഇൻസിഡന്റ്. ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പൊ തന്നെ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്തു? ഏരോ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ നമ്മൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. O എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ AO ഈസ് ദി ഇൻസിഡന്റ് റേ. ഇനി ഈ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ നോർമൽ വരയ്ക്കാന്ന് വിചാരിക്കും. അപ്പൊ അത് ഇവിടെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ, ഇവിടെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇൻസിഡന്റ് റേയും ഇത് തന്നെയാണ് നോർമലും. അപ്പൊ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി കൂട്ടി മെർജ് ചെയ്തു എന്ന് പറയാം നമുക്ക്. അതായത് ഇതിന്റെ ഇടയിൽ ഒരു ആംഗിളും വരുന്നില്ല. അതായത് റേസ് കമ്മിങ് നോർമലി ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഈ ലൈറ്റ് റേ ഇവിടെ വന്ന് തട്ടി തിരിച്ചു പോവാണ്, റിട്ടേൺ ചെയ്യാണ്. എങ്ങനെയാ റിട്ടേൺ ചെയ്യാം? റിഫ്ലക്റ്റർ റേ എങ്ങനെയാ പോവാ? ഇതേ സെയിം പാത്തിൽ കൂടെ തിരിച്ച് ഇങ്ങനെ തന്നെ പോകും. അപ്പൊ ഇതാണ് റിഫ്ലക്റ്റർ റേയുടെ ആരോ. ഇതിന്റെ ഇടയിൽ, അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇവിടെ എന്താ തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. കാരണം റിഫ്ലക്റ്റഡ് റേയും നോർമലും അവിടെ എന്ത് ചെയ്തു? മെർജ് ചെയ്തു. സെയിം ലൈൻ തന്നെയാ. അതിന്റെ ഇടയിൽ ഒരു ആംഗിളും വരുന്നില്ല. അതായത് റേ ഇൻസിഡന്റ് ഓൺ എ സർഫേസ്, റിഫ്ലക്റ്റിംഗ് സർഫേസ് നോർമലി, ഇറ്റ് റിട്ടേൺ ബാക്ക് ത്രൂ ദി സെയിം പാത്ത്. ഒരു വ്യത്യാസമില്ല, നേരെ ആ വന്ന വഴിയിലെ തന്നെ അത് തിരിച്ചു പോകും. ഒപ്പം തന്നെ ഇതിൽ ഓർത്തു വെക്കേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? 0 ആയിരിക്കും. അതില് ആംഗിൾസ് ഇല്ല അവിടെ. ഓക്കെ, ആംഗിളിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോ പഠിച്ചത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. അത് രണ്ട് ലൈറ്റ് റേസസ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്. ഒന്നാമത്തെ ലൈറ്റ് റേസ് കമ്മിങ് നോർമലി. ഇത് അതിന് മുൻപ് ഫസ്റ്റ് പഠിച്ചത് നമ്മൾ ഏതാണ്? ലൈറ്റ് റേ ഇൻസിഡന്റ് ഒബ്ലീക്ലി. അപ്പൊ ഈ രണ്ട് കേസിലും ലൈറ്റ് റേസ് എങ്ങനെയാ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോ നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ രണ്ട് മെയിൻ പോയിന്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇൻസിഡന്റ് റേയും ഈ നോർമലും, NO എന്ന് പറയുന്നത് നോർമലാണ്, ഈ നോർമലും ഈ റിഫ്ലക്റ്റർ റേയും ഇത് എല്ലാം ലൈ ചെയ്തിരിക്കുന്നത് സെയിം പ്ലെയിൻ ആണ്. ഈ ഒരു പ്ലെയിൻ ഓഫ് ബോർഡിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പേപ്പറിലാണ് നമ്മൾ ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വരയ്ക്കുന്നത് എങ്കിൽ അത് ഈ എല്ലാം, അതായത് ഈ ഇൻസിഡന്റ് റേയും നോർമൽ എവിടെയാണ് വരയ്ക്കുന്നത്? അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലാണ് നമ്മൾ നോർമൽ വരയ്ക്കുന്നത്. ആ നോർമലും ഈ റിഫ്ലക്റ്റർ റേയും ഇതെല്ലാം സെയിം പ്ലെയിനിൽ തന്നെ ഇരിക്കുന്നുണ്ടാവുക. ഇത് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഈ ലോസ് ഓഫ് റിഫ്ലക്ഷനിലെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് റേ ആൻഡ് ദി നോർമൽ. ഇവിടെ ഫോം ചെയ്ത ഈ ഒരു ആംഗിൾ ആണ് ഏത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ഒരു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റർ റേ ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ 30 ഡിഗ്രി എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്ര തന്നെയായിരിക്കും? 30 ആയിരിക്കും. ഇത് 40 ആണെങ്കിൽ ഇതും 40 തന്നെ. ഓക്കെ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പൊ ചെറിയ കാൽക്കുലേഷൻസിൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽസിൽ സാധാരണ കാണാറുണ്ട്. ചില സമയത്ത് നമുക്ക് ഈ ഒരു മിററിന്റെയും ഈ ഇൻസിഡന്റ് റേന്റെയും ഇടയിലുള്ള ഈ ഒരു ആംഗിള് തരും. അതായത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും? ആംഗിൾ ഓഫ്
ഇൻസിഡൻസ് എത്രയായിരിക്കും ഇവിടെ? നമുക്കറിയാം ഈ നോർമൽ നമ്മൾ വരയ്ക്കുന്നത് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡൻസിലാണ്. ഈ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഈ നോർമൽ വരയ്ക്കുന്നത് ഈ മിററിന് എത്ര ഡിഗ്രിയാണ്? നോർമൽ എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത്രയും മൊത്തം ആംഗിൾ 90 ആണ്. അതിൽ ഈ ഒരു ഭാഗം, ഈ ഒരു ആംഗിൾ 30 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് 30, ഇറ്റ് മീൻസ് 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്ര തന്നെയായിരിക്കും? അതും 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ റിഫ്ലക്റ്റർ റേയുടെയും ഈ മിററിന്റെയും ഇടയിലുള്ള ഈ ഒരു ആംഗിളും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ.